വളരെയധികം വേദനയോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഒരു വീഡിയോ കേട്ടു, നമ്മുടെ ചാലക്കുടിയിൽ മരിച്ചുപോയ കുഞ്ഞിനെക്കുറിച്ച്. അപ്പോൾ ആ കുഞ്ഞ് ശാരീരികമായി ഒത്തിരി ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒന്നാലോചിച്ച് നോക്കിയാൽ നമ്മളെ സംരക്ഷിക്കേണ്ട കുഞ്ഞുങ്ങൾ, 3.5 വയസ്സുള്ള ഒരു മോളുടെ അമ്മയാണ് ഞാൻ. അപ്പം എൻ്റെ കുഞ്ഞിനെ ഞാൻ ആ സ്ഥാനത്ത് കാണുവാണ്. എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഈ ലോകത്ത് ജീവിക്കാൻ പറന്ന് നടക്കേണ്ട കുഞ്ഞാണത്. പൂമ്പാറ്റയെ പോലെ പറന്ന് നടക്കണം. എനിക്കുണ്ട് ആ പ്രായത്തിലൊരു കുഞ്ഞ്. ഞാൻ അവളുടെ മുഖമാണ് കാണുന്നത്. എന്ത് തെറ്റ് ചെയ്തിട്ടാ ആ കുഞ്ഞിനെ ഇതുപോലെ ജീവിക്കാൻ അനുവദിക്കാതെ? അമ്മയാണ് അതിനെ കൊന്നു കളഞ്ഞത്. പക്ഷെ അതിലും ക്രൂരമായി പീഡിപ്പിച്ച ആൾക്കാർ ഈ സമൂഹത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു. അവർ ജീവിച്ചിരിക്കാൻ യാതൊരു അവകാശവും ഇല്ലാത്തവർ സുഖമായിട്ട് ജീവിച്ചിരിക്കുന്നു. ജീവിച്ചിരിക്കാൻ എല്ലാ അവകാശവും ഉള്ളവർ ഈ ലോകത്ത് നിന്ന് പോയി, നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ കുഞ്ഞുങ്ങൾ എത്രമാത്രം സുരക്ഷിതരാണെന്നൊന്ന് ഓർത്ത് നോക്കിയേ. എന്താണ് ഈ ലോകത്ത് നടക്കുന്നത്? ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ആരോട് പറയും? അവരാരോട് പറയേണ്ട ആൾക്കാർ അപ്പനും അമ്മയാണ്. അവരിങ്ങനെയാണ് ചെയ്യുന്നത്. ഒന്നാലോചിച്ച് നമ്മളിതിനെ ആരെ ശിക്ഷിക്കും? ശിക്ഷിക്കേണ്ട ആൾക്കാർ അവർ ഈസി ആയിട്ട് ചിലപ്പോൾ ഇറങ്ങി വരും, തെളിവുകളുടെ അഭാവത്തിലൊക്കെ. പക്ഷെ ഇത് നിയമം മാറണം. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ശിക്ഷ തന്നെ നൽകണം. അവർ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ അർഹരല്ല. നിയമങ്ങളൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ സുരക്ഷിതരായിട്ട് നമുക്ക് ഇവിടെ ജീവിക്കണം. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നതിന് കൊടുക്കാവുന്നതിലും ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്.